ലാൻഡ്സ്കേപ്പ് ഫോണിന് കത്തുന്നു ചൂടായിട്ട്. ഫാന്റെ മൂട്ടിയെല്ലാം പോയിടാ. ഫാൻ ഇട്ടാണ് ഇരിക്കണത്. ഈ പുള്ളിയാണ് ഫാനിന്റെ മൂട്ടി പോയിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഇനി സീലിംഗ് വല്ല കെട്ടിട്ട് പോയിക്കണം. എന്തൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. ഇൻവൈറ്റ് തരുമോ? ഞാൻ കേറി, എനിക്കിപ്പോ നിന്നെ കാണാം. യു ആർ നോ ഹൈ അബ്സല്യൂട്ട്ലി അതിന്റെ നോ താങ്ക്സ്. നീ ട്യൂട്ടോറിയല് ക്യാൻസൽ കൊടുത്ത് കൊടു. കൊടുത്ത് ഇപ്പൊ നീ കൊറേ ആൾക്കാരെ കാണാം. ടീം ഇൻവൈറ്റ്. ഓക്കെ കേറി നീ റെഡി കൊടുക്കണോ? റെഡി അപ്പ് റെഡി അപ്പ്. അക്ഷയടാ, നീ ഒരു മാപ്പ് സെലക്ട് ചെയ്യും. നല്ലത് മറ്റേ ജൂനിപ്പർ റോഡാ, അതിട്ട്. റോഡല്ല, ജൂനിപ്പർ റോഡ് എന്ന് പറഞ്ഞ സംഭവം. അല്ല, ടോർച്ച് എടുത്ത് ടോർച്ച് കൈ കൊണ്ട് തൊട്ട്. അത് എവിടെ ഇരിക്കുന്നു? താഴെ 4 സ്ലോട്ട് വേണം. ആ 4 സ്ലോട്ടിലോട്ട് സൽമാൻ ഫ്ലാഷ് എടുത്തോ, അതായിരിക്കും ആവശ്യം. അതെ, ഡ്രോപ്പ് ചെയ്തോണ്ടാ? ഡ്രോപ്പ് ചെയ്യാനാ? ഞാൻ ഡ്രോപ്പ് ചെയ്താടായിരുന്നു. ഞാൻ ബ്ലാക്ക് ലൈറ്റ് അതല്ല, അത് വേറെ. അത് ഞാൻ എടുത്തേക്കാം. നീ ആ വലിയ ടോർച്ച് എടുത്തോ. ബ്ലാക്ക് ലൈറ്റ് കൊള്ളത്തില്ലടാ. നീ മറ്റേ വലിയ ലൈറ്റ് ഇട്. അത് കൊള്ളത്തില്ല, അത് കാർത്തി. സ്പിരിറ്റ് ബുക്ക് വേണോ? അത് ഇപ്പഴേ എടുക്കണ്ട. നീ ആ തെർമോമീറ്റർ എടുത്തോ, മഞ്ഞ സാധനം. അത് തന്നെ. അക്ഷയ് പോടാ. ഞാൻ വീടിന് ചുറ്റൊക്കെ കറങ്ങിട്ട് വരും. നീ വീടിനകത്ത് കയറിയോ? സൽമാൻ വീടിനകത്ത് കയറിയോ? ടോർച്ചൊക്കെ എടുത്തോണ്ട് ഇതായി. പ്രൊജക്ടർ ഇവിടെ കമ്പ്യൂട്ടർ ഒക്കെ ഇരിക്കുന്നു. മൊണാലിസയുടെ പടം. ഡോർ ക്ലോസ്. എടാ ലൈറ്റ് ആണ് ഇട്ടത്. ലൈറ്റ് കണക്കണേ. ലൈറ്റ് ഇട്ടത് എന്നാ പ്രേതം വായിച്ചത്. ഇത് ലൈറ്റ് ഓൺ ആക്കിയതാണ്. പ്രേതം വരികയൊക്കെ ചെയ്യും. പ്രേതം നമ്മളെ പിടിക്കോ? ഒളിച്ചിരിക്കാൻ പറ്റുമോ? ഒളിച്ചിരിക്കാനൊക്കെ. 3 ലൈറ്റ് കത്തുന്നു. ഇപ്പൊ വരും. ഒളിച്ചിരി. അയ്യോ, എന്നെ പിടിച്ചെന്നാ. എടാ അക്ഷയടാ, ഇവിടെ 3 ലൈറ്റ് കത്തി കിടക്കുക. ഇപ്പൊ ഒന്നായി. നമ്മളവിടെ പ്രേതം ഉണ്ടായിരുന്നു. എന്റെ അടുത്ത് ആരാ വന്ന് നിക്കണ്ടാ? നീയാണോ? ഇത് ഞാൻ. ഞാൻ ചുമ്മാ ഇത് ഒളിച്ചിരിക്കാതെ ഞെക്കേണ്ടി വരും. ഇവിടെ എന്തിനൊക്കെ ഇരിക്കണല്ലേ? നിന്റെ ഇടത്തേക്ക് വലത്തേക്ക് അവിടെ ഒരു ഇത് കാണും, കുനിഞ്ഞിരിക്കുന്നതിന്റെ ഒരു ബട്ടൺ. അത് നോക്കിയാ ക്രൗച്ചാവും. മറ്റേതൊക്കെ കട്ടിലിനടിയിൽ കയറി വിളിക്കത്തില്ലേ? ഇല്ലെന്ന് തോന്നുന്നു. നീ ആണ്ട് ഇവിടെ വന്ന് ഈ ഒബ്ജക്റ്റീവ് വെളിയിൽ വന്നിട്ട് ഈ ഒബ്ജക്റ്റീവ്സ് ഒക്കെ വായിച്ചു വെക്കുക. എന്നിട്ട് അത് കണക്ക് കളിക്ക്. ഇവിടെ വെളിയിലുണ്ട് ഒബ്ജക്റ്റീവ്. ഇതാണ് കംപ്ലീറ്റ് ആക്കണം. അതേപോലെ കറക്റ്റ് ഗോസ്റ്റ് ടൈപ്പ് ശബ്ദം കേട്ടോ. കേറി.
Have every member of your team experienced a ghost during the hunt. എന്തൊക്കെയാ പറയണേ, എനിക്കൊന്നും മനസ്സിലായില്ല. നീ പരമാവധി ഇതെന്തൊരു പച്ച സാധനം കൊണ്ടാണ് അത് അല്ല അവൻ കൊണ്ടു കിടക്കുന്നു. വാഷിംഗ് മെഷീനൊക്കെ ഇതിന്റെ അതൊന്ന് കേറാക്കോ. അക്ഷയടാ ഇതൊരു ചെറിയ വീടല്ലേ? ഇവിടെ ഈ ടി വി ഇരിക്കുന്ന റൂമില് പ്രേതമുണ്ട്, 2 കെട്ടാത്തി. ഞാൻ ബാത്റൂമിന്റെ അകത്ത് ഇരിപ്പുണ്ട്. നീ കയറി ഓടിച്ച എനിക്കറിയാം ഇത് എങ്ങനെയാണ് കളിക്കാനുള്ളത്. നീ ഫ്ലവർ പോട്ടൊക്കെ എടുത്തോണ്ട് നടക്കുന്നത്? ഫ്ലവർ പോട്ട് പൂ ഉണങ്ങിപ്പോയിക്കാനായത് ലൈറ്റ് ഇല്ലാത്തോണ്ട് എങ്ങോട്ടാ പോണേന്നൊന്നും കാണാൻ പറ്റും. ഇവിടെ നിനക്ക് ലൈറ്റ് ഒന്നും കാണുന്നില്ലേ? ഞാൻ ലൈറ്റ് അടിച്ച എനിക്കിവിടെ നല്ല വെട്ടമുണ്ട്. ഇട്ടാ പോരെ, ഇട്ടതാ. എവിടെയുണ്ട്? സൽമാൻ നീ ഒരു വോയിസ് ഇപ്പൊ കേട്ടില്ലേ? ഞാൻ വീടിന്റെ വെളിയിൽ എത്തിക്കുന്നു. ആരെ പിറകെ ഇറങ്ങി വണ്ടിയൊക്കെ എടുത്തോണ്ട് പോകാം. വണ്ടിയിലൊക്കെ ലൈറ്റ് എത്തി കിടക്കുന്നു. എടാ ക്ലോസ് ക്ലോസ് ക്ലോസ്. പേടിയോ? എടാ എന്റെ അടുത്തുണ്ട്. ഞാൻ മറ്റേ സ്പിരിറ്റ് ബോക്സ് ഇട്ട് സംസാരിച്ചു. അതേത് ബോക്സ്? എന്റെ ബിഹൈൻഡ്. വീടിന്റെ അവിടെ 2 ബുക്കൊക്കെ ഇരിക്കുന്നു. യങ്ങായിട്ടുള്ള ആളാണ്. അതിന് നമ്മളെ കൊല്ലണം. അതാ ലൈറ്റ് ഇട്ടത്. ഇതിന്റെ മെഴുകുതിരി എടുക്കാക്കൂലേ? മെഴുകുതിരി എടുക്കാൻ പറ്റുമോ? കത്തിക്കാൻ പറ്റുമോ? നമ്മൾ എന്തിനാണ് ഇതിന്റെ അകത്ത് എടുക്കാറുള്ള? നമ്മളിവിടെ പ്രേയർ ഏതാന്ന് കണ്ടുപിടില്ല. അത്രേ ഉള്ളു. പ്രേതത്തിന്റെ വർഗം. ഒരു മറ്റേ ഒരു ഫ്ലാഷ് ലൈറ്റ് അല്ലല്ലേ, ഇല്ല ലൈറ്റ് ഉണ്ടല്ലോ, അതെവിടെ? യൂവിയാ ബാക്ക് ലൈറ്റ്. ഡ്രോപ്പ് ചെയ്ത് ഇവിടെ തറ. എവിടെ? എന്റെ അടുത്ത് എന്റെ അടുത്ത് വാടാ. നിന്റെ വലത്തെ സൈഡ് നേരെ വാ. അല്ല ആ കണ്ട ഈ ലൈറ്റ് ഇട്ടിരിക്കുന്ന റൂമിൽ. അയ്യോ ഇവിടെ 90 ഡിഗ്രി. ഇവിടെ ഞാൻ കണ്ടാ പെൻസിൽ. കണ്ട് ഞാൻ കണ്ട്. അയ്യോ എന്നെ കണ്ട് എന്നെ തൂക്കി. എടാ അതാ വവ്വ. അത് വവ്വാലിനകത്ത് ഒരു സംഭവം. എന്നെ കണ്ടാ തൂക്കി. എനിക്കിത് ഇതുവരെ മനസ്സിലായില്ല സാധനം.
എന്തായാലും ഉപ്പിട്ട് വേറെ EMF റീഡർ അല്ല സ്പിരിറ്റ് ബോക്സ് മറ്റേ ലൈറ്റ് ആണ് കറക്റ്റ്. ഈ സാധനം ചെടി കരിഞ്ഞു പോയി. അപ്പം ഉണ്ട് ഒന്നെങ്കിൽ സൈറൻ ആണ് അല്ലെങ്കിൽ കിറീസ് ആണ്. ചെടി കരിഞ്ഞു പോയെന്നാ? ചെടി കരിഞ്ഞു പോയി. അപ്പൊ ആ ചെടി വെട്ടല്ലേ കൊടുക്കാനുള്ള? സ്പിരിറ്റ് ബോക്സ് ചെടി വെട്ടല്ലേ കൊടുക്കാം, ചെടി റൗണ്ട് ആണോ കൊടുക്കാനുള്ള? റൗണ്ട് ആണല്ലേ? ഓക്കെ ഓക്കെ. അപ്പം സ്പിരിറ്റ് ബോക്സ് ചെടി കരിഞ്ഞു പോയി. ഇപ്പൊ 2 ഓപ്ഷനാണ്, കെറസും സൈറനും. അത് മാർക്കിന് ഇവന് പറഞ്ഞു കൊടുക്കാം. എടാ മനസ്സിലായില്ല അത്. നിന്റെ താഴെ സ്ലോട്ടിൽ ഒരു ജേണൽ ബുക്ക് കാണും. അതിനൊക്കെ നെക്കുമ്പം വലത് സൈഡില് ഗോസ്റ്റ് ടൈപ്പ് എക്യുപ്മെന്റ് ഫോട്ടോസ് എവിഡൻസ് എന്ന് കാണും. അതിനകത്ത് എവിഡൻസ് നെക്ക്. അതിൽ ആണ്ട ഇടത് സൈഡില് സ്പിരിറ്റ് ബോക്സിന്റെ ഒരു ഐക്കണും കാണും. പിന്നെ ഒരു ചെടി ഇങ്ങനെ വാടിയിരിക്കുന്നതിന്റെ അതും കാണും. അത് മഞ്ഞ റൗണ്ട് ആക്കും. അത് രണ്ടും. രണ്ടും മഞ്ഞ റൗണ്ടാക്കണം. അപ്പൊ 2 ഗോസ്റ്റിന്റെ ഇതില് കാണുന്നുള്ളൂ ആ ലിസ്റ്റില്, കെറസും സൈറനും. എടാ അക്ഷയടാ, അതില് ഏതാണ്? കെറസ് ആണോ സൈറനാണോ? എന്നെ പിടിച്ച് കൊന്നാ പിടിച്ചാ? എന്നെ കൊന്നു. എനിക്കിത് ബേക്കറങ്ങാൻ നോക്കുന്നു. ഇതിപ്പോ എന്ത് ചെയ്യും? ഞാൻ ഇപ്പൊ എവിഡൻസിന്റെ ബുക്ക് മാത്രമേ കാണുന്നു. ആ ജേണലില് വെക്കിയാ ആ താഴത്തെ സ്ലോട്ടിൽ തന്നെ ഒന്നുകൂടെ വെക്കിയാ. ഇല്ലടാ, എനിക്ക് ബ്ലാക്ക് ആയിടാ സ്ക്രീന്. അത് വരും. അല്ലടാ സൈറൻ ആണ്ട്രാ. അല്ലടാ, നമുക്ക് EMF റീഡറിനകത്ത് ഇത് വരുന്നില്ല, 5 എണ്ണം വരുന്നില്ലായിരുന്നു. എനിക്കൊന്നും സൈറൻ ആവാൻ ചാൻസ് ഇല്ല. അപ്പൊ കെറസ് തന്നെ. സൽമാനെ അപ്പൊ ആ ജേണൽ ബുക്ക് എടുക്കുക. നേരത്തെ എനിക്ക് 2 എണ്ണം റൗണ്ട് ഇട്ട് വെച്ചിട്ടില്ലേ, അത് 2 റൗണ്ട് ആക്കുക. അതിലേറെ കെറസാ. കെറസില് മഞ്ഞ ആക്കണം. എന്നിട്ട് സൈറൻ വെട്ടിക്കളയണം. ഞാൻ ചത്ത റൂമിൽ കിടക്കുന്നത് വന്നിട്ട് പോയി. പുറത്തൊന്നും പിടിക്കത്തില്ലെന്ന് തോന്നുന്നില്ല. ഇല്ലെന്ന് തോന്നുന്നു. ഗോസ്റ്റ് റൈറ്റിംഗ് ഇല്ലായിരുന്നു. നമ്മള് 2 ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ആക്കി. സൈറൻ ആവുമ്പോ എന്താണ്? സൈറൻ ആവുമ്പോ സ്പിരിറ്റ് ബോക്സ് ഉണ്ട്, ഇതറുണ്ട്. സൈറൻ സ്ലോ പീപ്പിൾ, ദേ സീ വൈൽ ഹണ്ടിങ്, ദേ ഓൾവേസ് റെസ്പോണ്ട് ഇൻ എ ഫീമെയിൽ വോയിസ്. പെണ്ണിന്റെ വോയിസ്. ആ സൈറൻ ആയിരുന്നു പറ. കെറസ് പക്ഷേ ലോവസ്റ്റ് എനർജി. എടാ മറ്റേ ബുക്കിൽ അതിന്റെ ഫോട്ടോയിൽ എനിക്ക് അതായിട്ടാ തോന്നുന്നു. സൽമ അപ്പൊ ആ കെറസ് വെട്ടിയിട്ട് സൈറൻ കൊടു മഞ്ഞ. സൈറൻ കൊടുക്കാം. സൽമാൻ കൊടുത്താ? സൈറൻ കൊടുത്തു. കെറസ് വെട്ടിയിട്ടുണ്ടല്ലോ. സൈറനാണോ? സൈറൻ ആണെന്ന് തോന്നണ്ട. എനിക്കും അതാണ്. 2 ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ആയി. എടാ നീ എന്നാ പറ്റില്ല, വണ്ടി കയറിക്കോ, എന്നാലേ നമുക്ക് പറയാൻ പറ്റും. കൊടുത്താ? ഞാൻ കൊടുത്തു. സൽമാനെ കൊടുത്താ? കൊടുത്തു. വണ്ടി ഞെക്കിപ്പിക്കണല്ലോ. കിട്ടി. ഫെയിൽഡ് എന്ന് കാണിക്കടാ. കെറസ് ആയിരുന്നല്ലേ?
അത് നോക്കിയാൽ RV there പാർട്ടിയായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുമോ? പാർട്ടി ഇൻവൈറ്റ് അഗൈൻ. എന്നൊരു ഇൻവൈറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മളെല്ലാം കേറിയിട്ടുണ്ട്. പറ്റുമെന്ന് നോക്കാം. ഇവിടെയാണെങ്കിൽ കറണ്ടും പോയി ഇപ്പൊ. RV കുക്കഡ് ഇട്ടാലേ ഒറ്റൊരാളാ നോക്കാം. എത്ര പേര് വെച്ച് കളിക്കാൻ പറ്റും നോക്കാം. നിങ്ങളൊക്കെ എവിടെ? സൽമാനടാ നമ്മൾ നേരത്തെ എന്ന സ്ലോട്ടിലാടാ. അവിടെ നിന്നെ തിരിഞ്ഞു നോക്കടാ, ഞാൻ നിന്റെ തൊട്ട് പറയുന്നുണ്ട്. ഇവിടെ വേറെ ആൾക്കാരെ കൊണ്ടേ ആടാ, ഇത് വേറെ പ്ലേയേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഏത് സ്ലോട്ട് എടുക്കണം. ഏതൊരു 5 പേരാണോ? കേറി ഞാൻ കേറി. ഓക്കെ വണ്ടി കയറി ഇങ്ങനെ നേരെ പോണം. വണ്ടിയിൽ എന്തൊക്കെയോ സെറ്റ് ആക്കണോ? ഇവിടെ മറ്റേ ക്യാമറയുടെ വ്യൂ ചേഞ്ച് ആടാ. മറ്റേ ഫസ്റ്റ് പേഴ്സണായി. എങ്ങനെയാണോ ഗ്രാബ് ചെയ്യുന്നത്? ഫസ്റ്റ് പേഴ്സൺ മാറ്റാൻ പറ്റുമോ ക്യാമറ വ്യൂ? അല്ല ഗ്രാബിന്റെ ചിഹ്നം ഉണ്ടോ? എന്തിനാണ് കാണാൻ? അതെടുത്ത് എനിക്കൊന്ന് വണ്ടിയുടെ മുകളിൽ കയറ്റണം. വണ്ടിയുടെ മുകളിൽ കയറ്റി. അയ്യോ, വണ്ടേ കയറി കൂടെ കയറാം. കേറി. എടാ നില്ലടാ, വണ്ടി എടുത്തോണ്ട് എടുത്ത് വെക്കട്ടെ. എങ്ങനെയാ ഡ്രോപ്പ് ചെയ്യുന്നത്? കൈന്റെ അടിയിൽ തന്നെ വെക്കായി. നിങ്ങളെ കൊണ്ടിട്ട് ഞാൻ തള്ളിയിട്ട്. എടാ വണ്ടി എടുക്കല്ലടാ, വണ്ടി ഞാൻ ഈ സാധനം താഴെ പോയോ? എടാ ഇത് ഒരെണ്ണം കൊണ്ടിടുമ്പോ നിങ്ങൾ തള്ളി ഇടുന്നടാ വണ്ടി. എപ്പോഴാണെങ്കിൽ താഴെ പോവും. എടാ എനിക്കൊന്ന് വെൽഡ് ചെയ്ത് വെക്കണം. പറയുന്നു ഞാൻ ഇവിടെ കയറിയിരിക്കുന്നു. അവിടെ നിന്നാ ഓട്ടോമാറ്റിക് ഇവിടെ കുക്കിയൊക്കെ ഇരിക്കണ്ടാ. എടുത്തോ ഞാൻ തീയിലിടുന്നോ എന്തോ. വണ്ടിക്കകത്ത് കൊണ്ടുവന്ന് വെച്ചാ കേട്ടാ. മണ്ടയിൽ സാധനം താഴെ എത്തി. പിന്നെ അത് ഈ വണ്ടിയുടെ മണ്ട വെൽഡ് ചെയ്ത് വെക്കണമെന്ന് തോന്നുന്നു, അല്ലാതെ ഇരിക്കത്തില്ലെന്നു. എടാ ഞാൻ അറിയാതെ ഡ്രൈവിംഗ് സീറ്റ് കയറിയിടാ. അതെങ്ങനെ ഇറങ്ങാൻ? ഓക്കെ കയ്യിരിക്കുന്ന കുക്കി എങ്ങനെയാടാ വെക്കുന്നത്? എന്റെ കൈ കുക്കി ഇരിപ്പുണ്ട്. എന്റെ കയ്യിലുണ്ട്, നിന്റെ കയ്യിലില്ല. ഇത് കസേരയുടെ അങ്ങോട്ട് കയറി ഇരിക്കും. അതിന്റെ അവിടെ പോയിട്ടാണ് എന്റെ കൈ ഉണ്ടായിരുന്നത്. മണ്ടേ കൊണ്ടുവന്ന്
ഒന്ന് അങ്ങോട്ട് പോയ വണ്ടി എടുത്തോണ്ട് പോവില്ല എന്നില്ല. ഞാൻ ഒരു സാധനം മണ്ടേ കയറ്റി അങ്ങനെ അകത്ത് വന്നത് കയ്യിലിരിക്കുന്ന ബഗ്ഗിന്റെ അകത്ത് കയ്യിലിരിക്കുന്ന കുക്കി എടുത്ത് കളയാൻ വയ്യ. ഡ്രൈവാ. ഞാൻ ഇങ്ങനെ ബേക്കിറങ്ങി ഇപ്പം ചാടിയാ മതി. കാണിക്കുന്നില്ല. ചാടുന്ന പട്ടണിയൊക്കെയാണ് തിരിഞ്ഞു നിന്നിട്ട്. ഇത് ഭയങ്കര ബഗ്ഗുള്ള ഗെയിമാ. എങ്ങനെയാ ഞാൻ ഇതിന്റെ അടുത്ത് നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്നു. ഇതിപ്പോ വെളിയിറങ്ങാൻ നോക്കുന്നില്ല. എടാ മറ്റേ അപ്പ് ബട്ടൺ ഒക്കെയാണ്. ചാടുന്ന ബട്ടൺ ഇല്ലേ? ചാടുന്ന ബട്ടൺ ഇതിന്റെ അകത്ത് ഇല്ല. എടാ ആരോ ബട്ടൺ, അതാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ അകത്ത് അടിയിൽ 2 ആരോ ബട്ടൺ ഉണ്ട്. അത് ഞെക്കിട്ടൊന്നും നീ ഇപ്പൊ വണ്ടി സ്റ്റാർട്ടാക്കി, അതല്ല വേറെ നമുക്ക് അതിനകത്ത് കാണും. കുനിഞ്ഞിരിക്കുക ചാടയൊക്കെ ചെയ്ത് നോക്കിയാണ്. 2 താഴെ ഓടുന്ന ഒരു ബട്ടൺ ഉണ്ട്, കുനിഞ്ഞിരിക്കുന്ന ബട്ടൺ ഉണ്ട്. പക്ഷെ അതിനൊന്നും ഞെക്കിട്ടൊന്നും ഒരു മാറ്റവും ഇല്ല. എന്തായാലും ഒരു കുക്കി കൈ കിട്ടിയതിനു ശേഷം കയ്യിൽ നിന്ന് പോണതുമില്ല. അക്ഷയ് പോയി ഇറങ്ങി. എന്റെ പൊന്നു. അക്ഷയ് ഇറങ്ങി പോയടാ. അറിയാമോടാ? ഓ ഇറങ്ങിയ ഞാനും ഇറങ്ങാം. ഇത് ഭയങ്കര ബഗ്ഗുള്ള ഗെയിം.